എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്കേഴ്സ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ടെൻസിലെ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഭാഗം ടെൻസിൽ പാസ്റ്റ് ടെൻസാണ്. പാസ്റ്റ് ടെൻസിൽ തന്നെ സിമ്പിൾ പാസ്റ്റ്, അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് PSC നിരന്തരം ചോദിക്കാറ്. അപ്പോൾ നോക്കാം. അപ്പോൾ പാസ്റ്റ് ടെൻസ് കേട്ടോ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് സിമ്പിൾ ടെൻസ്, അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ 3 ടെൻസുകളുണ്ട്. ഇന്ന് പാസ്റ്റ് സിമ്പിൾ ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് V2 പറയുമ്പോൾ വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ V2 എന്താണ്? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. ഇനി ടൈം വേർഡ്സ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. സിമ്പിൾ പാസ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന സമയത്ത് വളരെ നിഷ്പ്രയാസം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ടൈം വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ എഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, എ ഫ്യൂ മൊമെൻറ്റ്സ് എഗോ. ഇത്രയും കാര്യങ്ങൾ എന്താണ്? സിമ്പിൾ പാസ്റ്റിൻ്റെ ഇതുവരെ ചോദിച്ച ചോദ്യപേപ്പറിലുള്ള ടൈം വേർഡ്സ് ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് രേഖപ്പെടുത്തി വയ്ക്കാം. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോർമാറ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും. ഓരോ ഉദാഹരണങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക. വാച്ച്ഡ്, അല്ലേ? ഹി വാച്ച്ഡ് എ ഫിലിം യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തിനാ? നമ്മൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡാണ്, ടൈം വേർഡാണ്. അടുത്തത് ദ ഓഫീസർ വെന്റ് ഔട്ട് 5 minutes എഗോ. എഗോ എന്തിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡാണ്? എഗോ, അല്ലേ? എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡുകളാണ്. ദ ഗേൾ ലോസ്റ്റ് ഹെർ ഫാദർ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ എന്തിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ്? ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറും ഈ പറയുന്ന പോലെ തന്നെ സിമ്പിൾ പാസ്റ്റിനെ ഉപയോഗിക്കുന്ന ടൈം വേർഡാണ്. ഇന്ത്യ വൺ ഹെർ ഇൻഡിപെൻഡൻസ് ഇൻ 1947. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻ വെച്ചിട്ട്, ഇൻ എന്ന പ്രിപ്പോസിഷനാണ്. ഇൻ വെച്ചിട്ട് കഴിഞ്ഞു പോയ ഒരു സമയത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് എന്തിലോട്ട് യൂസ് ചെയ്യണം? നമ്മൾ അത് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യണം. ഇവിടെ നോക്കുക, ഇവിടെ വാച്ച്ഡ് കൊടുത്തു, ഇവിടെ വെന്റ് V2 ഫോമ, ഇവിടെ ലോസ്റ്റ് V2 ഫോമ, ഇവിടെ വോൺ പറയുമ്പോൾ എന്താ? V2 ഫോമ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇൻ 2022, ഇൻ 2002, ഇൻ 1980, ഇൻ 1950, ഇൻ 1947. ഇൻ വെച്ചിട്ട് കഴിഞ്ഞു പോയ വർഷങ്ങളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോക്കണ്ട, അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, അടുത്ത ചോദ്യം. വെൻ ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ് ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ്. എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് നോക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ടീച്ചർ വന്നപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഒരേ സമയം, അല്ലേ? ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ എന്താണ്? കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. ഒരേ സമയം 2 ഭൂതകാലത്തെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ നോക്കൂ, വെൻ ദ ടീച്ചർ എൻറ്റേർഡ്, അല്ലേ? പ്രവേശിച്ചപ്പോൾ ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ്, എഴുന്നേറ്റ് നിന്നു, അല്ലേ? അപ്പോൾ 2 ഭൂതകാലത്തെ സൂചിപ്പിക്കുവാൻ, ഭൂതകാലത്തിൽ 2 ഭൂതകാലത്തിൽ ഒരേ സമയം നടക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഭൂതകാലത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പോയ കാലത്തിലെ 2 പ്രവർത്തികൾ ഒരേ സമയം നടക്കുകയാണെങ്കിലും അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് കോമ്പിനേഷൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പാസ്റ്റ് കണ്ടിന്യൂസ് എപ്പോഴും ഒരു ലോങ് ടേം ആക്ഷൻ ഉണ്ടായിരിക്കും, ഒരു ഷോർട്ട് ടേം ആക്ഷൻ ഉണ്ടായിരിക്കും. എന്താ പറഞ്ഞ? പാസ്റ്റ് കണ്ടിന്യൂസിൽ ഒരു ലോങ് ടേം ആക്ഷനും അതേപോലെ തന്നെ ഒരു ഷോർട്ട് ടേം ആക്ഷനും ഉണ്ടായിരിക്കും. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്യാം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വേർ പ്ലസ് വെർബ് പ്ലസ് ING. കണ്ടിന്യൂസ് ഫോർമാറ്റ് ഒക്കെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? വെർബിൻ്റെ ING ഫോം ആയിരിക്കും. ഇവിടെ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആക്ഷനാണ് പറഞ്ഞു. 2 പ്രവൃത്തികൾ ഉണ്ടാവും എപ്പോൾ. രവി
നമുക്കറിയാം രവി പറയുമ്പോൾ എന്താ സിംഗുലറാ, ഏകവചന. അപ്പോൾ എന്ത് യൂസ് ചെയ്തു? വാസ് റീഡിങ് അല്ലേ. രവി വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ വെൻ ദ ഫോൺ റാങ് അല്ലേ. റാങ് എന്തിനെ സൂചിപ്പിക്കുന്ന? റാങ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്തിന്റെ കോമ്പിനേഷൻ ആയിട്ട് മാറി ഇവിടെ? പാസ്റ്റ് കണ്ടിന്യൂസ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ രവി പത്രം വായിച്ചു കൊണ്ടിരിക്കുക അല്ലേ. അദ്ദേഹം പത്രവായന എന്താണ്? ലോങ് ടേം ആക്ഷൻ അല്ലേ. ഫോൺ റിംഗ് ചെയ്യുന്ന നമുക്കറിയാം ഒരു ഷോർട്ട് ടൈം ആക്ഷൻ ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് നിൽക്കും അല്ലേ. ജസ്റ്റ് 30 സെക്കൻഡോ അത്ര മാത്രമേ ഉള്ളൂ. അതെന്തിലോട്ട് യൂസ് ചെയ്തു? അത് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ലോങ് ടേം ആക്ഷൻ എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസ്ലി, അതായത് വെർബിന്റെ ING ഫോം എഴുതാം. ഷോർട്ട് ടേം ആക്ഷൻസ് എപ്പോഴും സിമ്പിൾ പാസ്റ്റ്. ഷോർട്ട് ടേം പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക, ഇത്രയേ ഉള്ളൂ. അതായത് ഭൂതകാലത്തിലെ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ലോങ് ടേം ആക്ഷൻ ആവുകയും അതുപോലെ തന്നെ ഭൂതകാലത്തിലെ ഒരു നിശ്ചിത സമയം, അതായത് ഒരു പെട്ടെന്ന് തന്നെ അവസാനിക്കുക, ഷോർട്ട് ടേം ആക്ഷൻ ആയിട്ട് നടക്കും. അപ്പോൾ ഒരു ഫോൺ റിംഗ് ചെയ്യുക പറയുമ്പോൾ 30 സെക്കൻഡ് ഒരു ഷോർട്ട് ടേം ആക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തിലോട്ട് യൂസ് ചെയ്തു? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം ആക്ഷൻസ് ആണ്. ലോങ് ടേം എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസിനും ഷോർട്ട് ടേം എപ്പോഴും സിമ്പിൾ പാസ്റ്റുമാണ് ഉപയോഗിക്കുക. ഇനി വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹിം ഹി വാസ് വർക്കിംഗ് ഇൻ എ ഹോട്ടൽ, ഇവിടെ എന്താ യൂസ് ചെയ്യുക? ഇവിടെ നോക്കൂ, ഇവിടെ വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹിം അല്ലേ, കാണുന്ന സമയത്ത് അല്ലേ, അതെന്തായിരിക്കും? ഷോർട്ട് ടേം ആക്ഷനാണ്. വർക്ക് ചെയ്യുന്നത്, ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും ഉണ്ടായിരിക്കുക? വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ പ്രവൃത്തി എന്തായിരിക്കും ഉണ്ടായിരിക്കുക? അതൊരു ലോങ് ടേം ആക്ഷൻ ആയിരിക്കും. എന്താണ്? ലോങ് ടേം ആക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രമാത്രം കണക്ട് ചെയ്ത് വെക്കുക. പാസ്റ്റ് കണ്ടിന്യൂസിൽ 2 പ്രവർത്തികൾ നടക്കും, 2 ആക്ഷൻസ് നടക്കും. അതിൽ ലോങ് ടേം ആക്ഷൻസ് എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസിലും ഷോർട്ട് ടേം ആക്ഷൻസ് എപ്പോഴും എന്തിലോട്ടാണ് യൂസ് ചെയ്യുക? സിമ്പിൾ പാസ്റ്റുമാണ് യൂസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, മെറ്റ് അല്ലേ, മെറ്റ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു. വാസ് വർക്കിംഗ് എന്തിൽ യൂസ് ചെയ്തു? പാസ്റ്റ് കണ്ടിന്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കൂ. വെൻ ഐ കെയിം ഇൻ ദ കാറ്റ് വാസ് സ്ലീപ്പിംഗ് ഇൻ മൈ ചെയർ. ഇവിടെ എന്താ? ഇവിടെ ഷോർട്ട് ടേം ആക്ഷൻ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ലോങ് ടേം ആക്ഷൻ എന്തായിരിക്കും നോക്കുക. ഇവിടെ കടന്നു വന്നത് എന്താണ്? കെയിം ഇൻ അല്ലേ. ഓൾറെഡി എന്താണ് ഉണ്ടാകുക? അതൊരു ഷോർട്ട് ടേം ആക്ഷൻ. കാറ്റ് വാസ് സ്ലീപ്പിംഗ് ഇൻ മൈ ചെയർ അല്ലേ, ആ ചെയറിൽ കിടന്നുറങ്ങുന്ന പ്രവൃത്തി എന്താണ്? ലോങ് ടേം ആക്ഷൻസ്. അപ്പോൾ ലോങ് ടേം ആക്ഷൻസ് ഇതിലോട്ട് യൂസ് ചെയ്തു പാസ്റ്റ് കണ്ടിന്യൂസിൽ. ഷോർട്ട് ടേം ആക്ഷൻസ് ഇതിലോട്ട് യൂസ് ചെയ്തു സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ എന്തിന്റെ കോമ്പിനേഷൻ ആയിരിക്കും പാസ്റ്റ് കണ്ടിന്യൂസ്? ഒരു തലയിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ അടുത്ത ഭാഗത്ത് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? അടുത്ത ഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അതാണ് ഇതിന്റെ നിയമം. വളരെ നിഷ്പ്രയാസം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ഭാഗമാണ്, അടുത്തൊരു ടെൻസ് ആണ് എഴുതുക. നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ഒന്നാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലെ സബ്ജക്റ്റ് സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാം. ദ ബർഗ്ലർ ഹാഡ് എസ്കേപ്ഡ് ബിഫോർ ദ പോലീസ് അറൈവ്ഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്റ്റ് പെർഫെക്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? ആദ്യം നടക്കേണ്ട പ്രവൃത്തി എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടക്കേണ്ട പ്രവൃത്തി എപ്പോഴും എന്തിലോട്ട് യൂസ് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ്. എന്താ പറഞ്ഞേ? ആദ്യം നടന്ന പ്രവൃത്തി എന്തിലോട്ട് യൂസ് ചെയ്തു? പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തി എന്തിലോട്ട് യൂസ് ചെയ്തു? അത് സിമ്പിൾ പാസ്റ്റുമാണ് യൂസ് ചെയ്യുക. ഇവിടെ നോക്കൂ, ദ ബർഗ്ലർ ഹാഡ് എസ്കേപ്ഡ് അല്ലേ, രക്ഷപ്പെട്ട പ്രവൃത്തി എന്താണ്? രക്ഷപ്പെട്ട പ്രവൃത്തി ആദ്യം നടന്ന പ്രവൃത്തി. അപ്പൊ ആദ്യം നടന്ന പ്രവൃത്തി എന്തിലോട്ട് യൂസ് ചെയ്യാനാ പറഞ്ഞേ? ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് ഇത്രയാണ് അതിന്റെ കാര്യമുള്ളൂ. 2 ഭൂതകാലത്തിലെ നടന്ന പ്രവൃത്തികൾ. ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റില്, രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റില് ഉപയോഗിക്കുക. കാര്യം കഴിഞ്ഞു. ദ ബർഗ്ലർ ഹാഡ് എസ്കേപ്ഡ് ബിഫോർ ദ പോലീസ് അറൈവ്ഡ് അല്ലേ, അതായത് പോലീസ് എത്തുമ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു അല്ലേ. കള്ളൻ രക്ഷപ്പെട്ട പ്രവൃത്തി ഒന്നാമത്തെ പ്രവൃത്തി. ഈ ഭാഗം ഒന്നാമത്തെ പ്രവൃത്തി. അത് എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? അത് പാസ്റ്റ് പെർഫെക്റ്റ്ലി യൂസ് ചെയ്തു. രണ്ടാമത് നടന്ന പ്രവൃത്തി എന്താ? അറൈവ്ഡ് കേട്ടോ. എന്താണ്? അറൈവ്ഡ് എന്ന് പറയുമ്പോൾ എന്താ? രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് കേട്ടോ. രണ്ടാമത് നടന്ന പ്രവൃത്തി എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഇനി ബിഫോർ ദ ബോയ്സ് റീച്ച്ഡ് ദ സ്കൂൾ ദ ബെൽ ഹാഡ് റങ്. ഇവിടെയും എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ബിഫോർ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ ഹാഡ് റങ് അല്ലേ.
ബെല്ലടിച്ചു. ആദ്യം നടന്ന പ്രവൃത്തി എന്താ? ബെല്ലടിച്ചു അല്ലേ? ബെല്ലടിച്ച പ്രവൃത്തിയാണ് ആദ്യം നടന്നത്. അതിനുശേഷമാണ് എന്ത് സംഭവിച്ചത്? കുട്ടികളുടെ എത്തിച്ചേർന്ന്, ആൺകുട്ടികളുടെ എത്തിച്ചേർന്ന്. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി ബെല്ലടിച്ചത്. രണ്ടാമത് നടന്ന പ്രവൃത്തി എന്താണ്? രണ്ടാമത് നടന്ന പ്രവൃത്തി കുട്ടികൾ എത്തിച്ചേർന്ന് അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടാമത് നടന്ന പ്രവൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് യൂസ് ചെയ്തു? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു. ഇവിടെ എന്താ യൂസ് ചെയ്തു? ഒന്നാമത് നടന്ന പ്രവൃത്തി. ഒന്നാമത് നടന്ന പ്രവൃത്തി എന്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഒന്നാമത് നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുക. ഇനി ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. എന്താ? വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ട്രെയിൻ ലെഫ്റ്റ് ചെയ്തു അല്ലേ? അല്ലെങ്കിൽ ട്രെയിൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും എന്താണ്? ഇവിടെയും രണ്ട് ഭൂതകാലത്തിൽ നടന്ന പ്രവൃത്തിയാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം നടന്ന പ്രവൃത്തി എന്തിലോട്ട് യൂസ് ചെയ്തു? ആദ്യം നടന്ന പ്രവൃത്തി എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റിലും, രണ്ടാമത് നടന്ന പ്രവൃത്തി എപ്പോഴും എന്തിലോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലെന്താണ്? എപ്പോഴും പാസ്റ്റിന്റെ കൂടെ അല്ലേ, ഒരു തലയിൽ എപ്പോഴും ആരുണ്ടായിരിക്കും? ഈ 3 ടെൻസും പറഞ്ഞപ്പോൾ 3 ടെൻസിലും ഒരു ഭാഗത്ത് ആര് കിടക്കുന്നുണ്ട്? സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരിക്കും. ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം ആക്ഷൻ ആണെങ്കിൽ, ലോങ് ടേം ആക്ഷൻ ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, ഷോർട്ട് ടേം ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് രണ്ട് പ്രവൃത്തികൾ നടക്കും. രണ്ട് പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ്, രണ്ടാമത് നടന്ന പ്രവൃത്തി ഇതിലോട്ട് യൂസ് ചെയ്തു? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സർവ്വസാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല, ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചുമായിട്ട് ബന്ധിപ്പിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നോക്കുക, അതിൻ്റെ ഫോർമാറ്റൊക്കെ നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ ആഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing ആണ് യൂസ് ചെയ്യുക. കാരണം കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഒക്കെ എന്തിലോട്ട് യൂസ് ചെയ്യണം? വെർബിൻ്റെ ing ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കുക, ജോൺ സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 5 hours അല്ലേ? വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഫോറും സിൻസും ഫോറൊക്കെ ടൈം വേർഡ് ആയിട്ട് വരാം. ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ആഡ് പ്ലസ് ബീൻ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ing ഫോം അവിടെ യൂസ് ചെയ്യണം. സാധാരണഗതിയിൽ കൂടുതലായിട്ട് ചോദ്യപേപ്പറിൽ കണ്ടിട്ടില്ല പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് സ്പീച്ചിലാണ് അവിടെ ഉപയോഗിക്കുക. അതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഫ്യൂച്ചർ ടെൻസ് ആണ്. അടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെയും ബൈ. താങ്ക് യു.